മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-10 വാക്യം. The book of Isaiah, chapter 58, verses 9 and 10. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. വിരൽ ചൂണ്ടി വഷളത്വം സംസാരിച്ചാൽ നമ്മുടെ ജീവിതം അന്ധകാര വലയത്തിൽ പിടിപെടും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും തേടിപ്പിടിക്കുകയും അവരെപ്പറ്റി വഷളത്വം പറയുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയില്ല. നാം മറ്റുള്ളവരുടെ നന്മകളെക്കാൾ അധികം തിന്മകളെ കാണുകയും നന്മകളെപ്പറ്റി പറയുന്നതിലേറെ ദൂഷ്യവശങ്ങളെപ്പറ്റി പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യാറുണ്ട്. പിന്നീട് നാം പറഞ്ഞവ പരസ്യമാകുമോ എന്ന് ഭയപ്പെടുന്നു. വൃഥാ സംസാരത്തിൽ ഏർപ്പെടുമ്പോൾ സംഭാഷണ രസത്തിനായി അന്യരുടെ പേരിൽ ആരോപണങ്ങൾ പറയുവാൻ നാം പരീക്ഷിക്കപ്പെടും. അത് നമ്മുടെ മനസ്സിൽ ഭയം വിതറുവാൻ കാരണമാകും. ഒരു കുടുംബത്തിൽ കലശൽ വർദ്ധിച്ച് ഭാര്യ ഭർത്താവിനെ വിട്ട് മടങ്ങി പോകുവാൻ ഒരുങ്ങുമ്പോൾ ആ സ്ത്രീ തനിക്കുള്ള സാധനങ്ങൾ പെട്ടികളിൽ അടുക്കി വെക്കുന്നതിനിടയിൽ അവരുടെ വിവാഹ ഫോട്ടോകൾ കണ്ണിൽപ്പെട്ടു. അവ കാണുവാനായി ഭാര്യ ഭർത്താവിനെയും ക്ഷണിച്ചു. രണ്ടുപേരും ചേർന്ന് ചിത്രങ്ങൾ കണ്ടു. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ മധുരസ്മരണകൾ അയവിറക്കി. ആരംഭകാലങ്ങളിൽ പരസ്പരം കരുതിയതും ബഹുമാനിച്ചതുമെല്ലാം അവർ ഓർത്തു. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇത് കാരണമായി. അങ്ങനെ വിവാഹമോചനം വേണ്ട എന്ന് നിശ്ചയിച്ചു. മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടി കുറ്റം ആരോപിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ നേർക്ക് 3 വിരൽ ചൂണ്ടുന്നുണ്ട്. സ്വന്തം കുറവുകൾ മറയ്ക്കുവാനും സ്വയം നീതീകരിക്കുവാനും വേണ്ടിയാണ് പലരും മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നത്. നാം അപ്രകാരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണോ? സംഭാഷണ രസത്തിൽപ്പെട്ട് മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് രസിക്കാറുണ്ടോ? അതിന് വിരാമമിടണം. മറ്റുള്ളവരിൽ ഏത് കുറവുകൾ നാം അധികം കണ്ടെന്നുവോ അവയുടെ മുളകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. മഞ്ഞപ്പിത്തക്കാരൻ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. നമ്മുടെ കുറവുകൾ നാം മറ്റുള്ളവരിലും കാണും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.